5ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം 1ാമത്തെ യൂണിറ്റായ എ റോഡ് ടു ഹിസ്റ്ററി ചരിത്രത്തിലേക്ക് എന്ന യൂണിറ്റിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളും നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ പഠിക്കാം. കഴിഞ്ഞകാല മനുഷ്യ സമൂഹത്തിന്റെ ശേഷിപ്പുകളാണ് ചരിത്രത്തിന്റെ തെളിവുകൾ. അവ നിലനിർത്തേണ്ടതും സംരക്ഷിക്കേണ്ടതും നമ്മുടെ കടമയാണ് എന്ന കാഴ്ചപ്പാട് വളർത്തുന്ന 5ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം 1ാമത്തെ യൂണിറ്റായ എ റോഡ് ടു ഹിസ്റ്ററി ചരിത്രത്തിലേക്ക് എന്ന പാഠഭാഗം വിശദമായി നമുക്ക് മനസ്സിലാക്കാം. ഒരു വിദ്യാലയത്തിന്റെ ചിത്രത്തോടു കൂടിയാണ് പാഠഭാഗം ആരംഭിക്കുന്നത്. വിദ്യാലയ ചരിത്രം സ്വന്തമായി തയ്യാറാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ഈ ഭാഗത്ത് നൽകിയിട്ടുള്ളത്. അത് നിങ്ങൾ പഠിക്കുന്ന സ്കൂളിന്റെ ചരിത്രമന്വേഷിച്ച് കണ്ടെത്തി വേണം തയ്യാറാക്കാൻ. യൂണിറ്റിന്റെ പേര് എ റോഡ് ടു ഹിസ്റ്ററി എന്നാണ്. ചരിത്രത്തിലേക്ക്. വാട്ട് ഈസ് ഹിസ്റ്ററി? എന്താണ് ചരിത്രം? ചരിത്രത്തിന് ഒരുപാട് നിർവചനങ്ങൾ പറയാറുണ്ട്. നമുക്കിവിടെ ചരിത്രം അഥവാ ഹിസ്റ്ററിയെപ്പറ്റി ഒരു ചെറിയ നിർവചനം നൽകിയിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കാം. ഹിസ്റ്ററി ഈസ് ദ റെക്കോർഡ് ഓഫ് ദ പ്രോഗ്രസ് ദാറ്റ് ഹ്യൂമൻ ബീയിങ്സ് അക്യൂർഡ് ഡൗൺ ദ ഏജസ്. ഹിസ്റ്ററി അതായത് ചരിത്രമെന്ന് പറഞ്ഞാൽ മനുഷ്യർ കാലങ്ങളായി ആർജിച്ച പുരോഗതിയുടെ രേഖപ്പെടുത്തലാണ്. വാട്ട് ഈസ് ഹിസ്റ്ററി? ഹിസ്റ്ററി ഈസ് ദ റെക്കോർഡ് ഓഫ് ദ പ്രോഗ്രസ് ദാറ്റ് ഹ്യൂമൻ ബീയിങ്സ് അക്യൂർഡ് ഡൗൺ ദ ഏജസ്. ഹിസ്റ്ററി അതായത് ചരിത്രം എന്താണ് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി എന്താണ് പ്രീ ഹിസ്റ്റോറിക് പീരീഡ് എന്ന് നോക്കാം. വാട്ട് ഈസ് പ്രീ ഹിസ്റ്റോറിക് പീരീഡ്? പ്രീ ഹിസ്റ്റോറിക് പീരീഡിന് മലയാളത്തിൽ ചരിത്രാതീത കാലം എന്നാണ് പറയുന്നത്. പുസ്തകത്തിൽ തന്നെ അതിൻ്റെ ഉത്തരം വ്യക്തമായി നൽകിയിട്ടുണ്ട്. ദ പീരീഡ് ബിഫോർ ദി ഫോർമേഷൻ ഓഫ് ആർട്ട് ഓഫ് റൈറ്റിംഗ് ഈസ് നോൺ ആസ് പ്രീ ഹിസ്റ്റോറിക് പീരീഡ്. നമ്മളിന്ന് വിവരങ്ങളെല്ലാം എഴുതി സൂക്ഷിക്കാറുണ്ട്. എന്നാൽ എഴുത്തുവിദ്യ രൂപപ്പെടുന്നതിന് മുമ്പുള്ള കാലമാണ് ചരിത്രാതീത കാലം അഥവാ പ്രീ ഹിസ്റ്റോറിക് പീരീഡ്. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കൂ. എന്താണ് പ്രീ ഹിസ്റ്റോറിക് പീരീഡ് അഥവാ ചരിത്രാതീത കാലം? ദ പീരീഡ് ബിഫോർ ദി ഫോർമേഷൻ ഓഫ് ആർട്ട് ഓഫ് റൈറ്റിംഗ് ഈസ് നോൺ ആസ് പ്രീ ഹിസ്റ്റോറിക് പീരീഡ്. എഴുത്തുവിദ്യ രൂപപ്പെടുന്നതിന് മുമ്പുള്ള കാലമാണ് ചരിത്രാതീത കാലം അഥവാ പ്രീ ഹിസ്റ്റോറിക് പീരീഡ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഹിസ്റ്റോറിക് പീരീഡ് അഥവാ ചരിത്രകാലം? വാട്ട് ഈസ് ഹിസ്റ്റോറിക് പീരീഡ്? The period with written records is known as the historic period. എഴുതപ്പെട്ട രേഖകളുള്ള കാലം ചരിത്രകാലം അഥവാ ഹിസ്റ്റോറിക് പീരീഡ് എന്നറിയപ്പെടുന്നു. നമ്മൾ ജീവിക്കുന്നത് ചരിത്രകാലത്തിലാണ്. പാഠപുസ്തകത്തിൽ നൽകിയിട്ടുള്ള ഈ ചോദ്യത്തിന്റെ ഉത്തരവും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈ ചോദ്യവും അതിന്റെ ഉത്തരവും ഒരിക്കൽ കൂടി നമുക്ക് നോക്കാം. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ദി ഹിസ്റ്റോറിക് പീരീഡ് ആൻഡ് പ്രീ ഹിസ്റ്റോറിക് പീരീഡ്. എന്താണ് ചോദ്യമെന്ന് മനസ്സിലായോ? ചരിത്രകാലവും ചരിത്രാതീത കാലവും തമ്മിലുള്ള വ്യത്യാസം വ്യക്തമാക്കുക. ദി പീരീഡ് ബിഫോർ ദി ഫോർമേഷൻ ഓഫ് ആർട്ട് ഓഫ് റൈറ്റിംഗ് ഈസ് നോൺ ആസ് പ്രീ ഹിസ്റ്റോറിക് പീരീഡ്. ദ പീരീഡ് വിത്ത് റിട്ടൺ റെക്കോർഡ്സ് ഈസ് നോൺ ആസ് ദ ഹിസ്റ്റോറിക് പീരീഡ്. എഴുത്തുവിദ്യ രൂപപ്പെടുന്നതിന് മുമ്പുള്ള കാലം ചരിത്രാതീത കാലമെന്നും എഴുതപ്പെട്ട രേഖകളുള്ള കാലം ചരിത്രകാലമെന്നും അറിയപ്പെടുന്നു. ഹിസ്റ്റോറിക് പീരീഡ്, പ്രീ ഹിസ്റ്റോറിക് പീരീഡ് ഇവ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കി. എഴുത്തുവിദ്യ രൂപപ്പെടുന്നതിന് മുമ്പുള്ള മനുഷ്യജീവിതത്തെക്കുറിച്ചറിയാൻ എന്തെല്ലാം സ്രോതസ്സുകളാവും നമ്മെ സഹായിക്കുക? അന്നത്തെ മനുഷ്യജീവിതത്തെക്കുറിച്ച് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? വാട്ട് സോഴ്സസ് ക്യാൻ ബി യൂസ്ഡ് ടു ഡ്രാ ഔട്ട് ഇൻഫർമേഷൻ ഓൺ ഹ്യൂമൻ ലൈഫ് ദാറ്റ് എക്സിസ്റ്റഡ് ബിഫോർ ദ ബിഗിനിങ് ഓഫ് ദ ആർട്ട് ഓഫ് റൈറ്റിംഗ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് വ്യക്തമാക്കി തരുന്നതാണ് പാഠപുസ്തകത്തിൽ നൽകിയിട്ടുള്ള ഈ ചിത്രങ്ങൾ. എഴുത്തുവിദ്യ ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ അന്നത്തെ മനുഷ്യർ നിർമ്മിച്ചതും ഉപയോഗിച്ചതുമായ വസ്തുക്കളുടെ ശേഷിപ്പുകളാണ് ആ കാലഘട്ടത്തെക്കുറിച്ചറിയാൻ നമ്മെ സഹായിക്കുന്നത്. ഈ ചിത്രത്തിൽ അത്തരത്തിലുള്ള എന്തെല്ലാം ശേഷിപ്പുകളാണ് കാണാൻ കഴിയുക? സ്റ്റോൺ ടൂൾസ് യൂസ്ഡ് ഡ്യൂറിംഗ് ദ പ്രീ ഹിസ്റ്റോറിക് പീരീഡ്. കേവ് പെയിന്റിങ്സ്. ചരിത്രാതീത കാലത്ത് മനുഷ്യർ ഉപയോഗിച്ചിരുന്ന കല്ലുപകരണങ്ങളും ഗുഹാചിത്രങ്ങളും. ഭിംബേത്കയിലെ ഗുഹാചിത്രമാണ് പാഠപുസ്തകത്തിൽ നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഏൻഷ്യന്റ് എർത്തേൺവെയർ, പുരാതന മൺപാത്രങ്ങളും ചരിത്രാതീത കാലത്തെ ചരിത്രരചനയ്ക്ക് നമ്മെ സഹായിക്കുന്നു. ഈ ചിത്രങ്ങൾ ഏതുകാലത്തെ ചരിത്രരചനയെ സഹായിക്കുന്നവയാണ്? ബുക്സ്, ഇയർലി കോയിൻസ്, പാം ലീവ്സ്, സ്റ്റോൺ ഇൻസ്ക്രിപ്ഷൻസ്. പുസ്തകങ്ങൾ, പഴയകാല നാണയങ്ങൾ, താളിയോലകൾ,
ശിലാലിഖിതങ്ങൾ, ഇവയിലെല്ലാം എഴുതപ്പെട്ട രേഖകൾ നമുക്ക് കാണാൻ കഴിയും അല്ലേ? അപ്പോൾ ഇത് ഹിസ്റ്റോറിക് പീരീഡ്, അതായത് ചരിത്രകാലത്തെ ചരിത്രരചനയ്ക്കുള്ള സ്രോതസ്സുകളാണ്. ഈ പറഞ്ഞ ഭാഗത്ത് നിന്ന് ഒരു ചോദ്യവും അതിൻ്റെ ഉത്തരവും നമുക്ക് കണ്ടെത്തിയാലോ? ലിസ്റ്റ് ഔട്ട് ദ വേരിയസ് എവിഡൻസ് ദാറ്റ് ആർ ഹെൽപ്ഫുൾ ഇൻ റെക്കോർഡിംഗ് ഹിസ്റ്ററി. ചരിത്രരചനയ്ക്ക് സഹായകമായ തെളിവുകൾ നമുക്ക് പട്ടികപ്പെടുത്താം. കോയിൻസ്, കേവ് പെയിന്റിങ്സ്, സ്റ്റോൺ വെപ്പൺസ്, ബുക്സ്, സ്റ്റാമ്പ്സ്, പാം ലീവ്സ്, സ്റ്റോൺ ഇൻസ്ക്രിപ്ഷൻസ്, ഏൻഷ്യന്റ് എർത്തേൺവെയർ, ഇവയെല്ലാം ചരിത്രരചനയെ സഹായിക്കുന്ന സ്രോതസ്സുകളാണ്. ക്ലാസിഫൈ ദ ഫോളോയിങ് ഇൻടു ഹിസ്റ്റോറിക് ആൻഡ് പ്രീ ഹിസ്റ്റോറിക് സോഴ്സസ്. ഈ തന്നിട്ടുള്ള ചരിത്രരചനയെ സഹായിക്കുന്ന സ്രോതസ്സുകളെ ചരിത്ര കാലഘട്ടത്തിലെ സ്രോതസ്സുകൾ, ചരിത്രാതീത കാലഘട്ടത്തിലെ സ്രോതസ്സുകൾ എന്ന് നമുക്ക് തരംതിരിക്കാം. കോയിൻസ്, പാം ലീവ്സ്, ബുക്സ്, സ്റ്റാമ്പ്സ്, ഇവയിലെല്ലാം എഴുതപ്പെട്ട രേഖകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഹിസ്റ്റോറിക് സോഴ്സസ് ആണ്. കേവ് പെയിന്റിങ്സ്, സ്റ്റോൺ വെപ്പൺസ്, ഏൻഷ്യന്റ് എർത്തേൺവെയർ, ഇവ എഴുത്തുവിദ്യ രൂപപ്പെടുന്നതിന് മുമ്പുള്ള മനുഷ്യജീവിതത്തെക്കുറിച്ച് അറിയാനുള്ള സോഴ്സസ് ആണ്. അതുകൊണ്ട് തന്നെ ഇവ പ്രീ ഹിസ്റ്റോറിക് സോഴ്സസിൽ ഉൾപ്പെടുന്നു. അങ്ങനെ ചരിത്രകാലവും ചരിത്രാതീത കാലവും ആ കാലഘട്ടത്തിലെ മനുഷ്യജീവിതത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാനുള്ള സോഴ്സസും നമ്മൾ മനസ്സിലാക്കി. ഇനി പുസ്തകത്തിൽ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. വാട്ട് ആർ ദ ഓബ്ജക്ട്സ് പ്രിസർവ്ഡ് ഇൻ എ മ്യൂസിയം? എന്തെല്ലാമാണ് മ്യൂസിയത്തിൽ സംരക്ഷിക്കുന്നത് എന്നാണ് ചോദ്യം. എ മ്യൂസിയം കീപ്സ് ദ ഓബ്ജക്ട്സ് ഓർ ദിയർ റിമൈൻസ് ദാറ്റ് വെയർ ഓൺസ് യൂസ്ഡ് ബൈ മെൻ. കഴിഞ്ഞ കാലങ്ങളിൽ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളോ അവയുടെ ശേഷിപ്പുകളോ ആണ് അവിടെ സൂക്ഷിക്കുന്നത്. ഒരിക്കൽ കൂടി ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും നമുക്ക് നോക്കാം. വാട്ട് ആർ ദ ഓബ്ജക്ട്സ് പ്രിസർവ്ഡ് ഇൻ എ മ്യൂസിയം? എ മ്യൂസിയം കീപ്സ് ദ ഓബ്ജക്ട്സ് ഓർ ദിയർ റിമൈൻസ് ദാറ്റ് വെയർ ഓൺസ് യൂസ്ഡ് ബൈ മെൻ. അപ്പൊ മ്യൂസിയത്തിൽ സൂക്ഷിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളോ അവയുടെ ശേഷിപ്പുകളോ ആണ്. വൈ ഡു വി പ്രിസർവ് ഹിസ്റ്റോറിക്കൽ റിമൈൻസ്? എന്തുകൊണ്ടാണ് ഈ ചരിത്ര ശേഷിപ്പുകളെ നമ്മൾ സംരക്ഷിക്കുന്നത്? ദേ ആർ പ്രിസർവ്ഡ് ബിക്കോസ് ദേ ഗീവ് മച്ച് വാല്യുബിൾ ഇൻഫർമേഷൻ ഓൺ ദ പാസ്റ്റ് ഓഫ് ഹ്യൂമൻ ലൈഫ്. കഴിഞ്ഞ കാലത്തെ മനുഷ്യരുടെ ജീവിതത്തെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ചരിത്ര ശേഷിപ്പുകളെ നമ്മൾ സംരക്ഷിക്കുന്നത്. 200 വർഷത്തിലധികം പഴക്കമുള്ള പാലക്കാട് പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കോട്ടയുടെ ചിത്രമാണ് ഇത്. ഇതുപോലുള്ള ധാരാളം കോട്ടകളും കെട്ടിടങ്ങളും സ്മാരകങ്ങളും നമ്മൾ സംരക്ഷിക്കുന്നുണ്ട്. അതിനുള്ള കാരണവും കഴിഞ്ഞ കാലത്തെ മനുഷ്യരുടെ ജീവിതത്തെക്കുറിച്ച് ഒരുപാട് വിവരങ്ങൾ ഇത്തരം ചരിത്ര ശേഷിപ്പുകളിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കോട്ടകളും കെട്ടിടങ്ങളും സ്മാരകങ്ങളും ചരിത്ര ശേഷിപ്പുകളും ഒക്കെ നമ്മൾ സംരക്ഷിക്കുന്നത്. ഈ ഭാഗം മുതലാണ് ഇനി നമുക്ക് പഠിക്കേണ്ടത്. ദ പിക്ചേഴ്സ് ഗിവൺ ബിലോ ആർ ദ റിമൈൻസ് റിലേറ്റഡ് ടു ദ ഫ്യൂണറൽ പ്രാക്ടീസസ് ഇൻ ഏൻഷ്യന്റ് കേരള. ഫൈൻഡ് ഔട്ട് ദെയർ നൈംസ് ആൻഡ് റൈറ്റ് ദം ഡൗൺ ഇൻ ദ കോളംസ് പ്രൊവൈഡഡ്. പ്രാചീന കാലത്ത് കേരളത്തിൽ നിലനിന്നിരുന്ന ശവസംസ്കാര സമ്പ്രദായങ്ങളുമായി ബന്ധപ്പെട്ട സ്മാരകങ്ങളുടെ ചിത്രങ്ങളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇവ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ലുക്ക് അറ്റ് ദ ഫസ്റ്റ് വൺ. ഈ ചിത്രത്തിൽ കാണുന്നത് എന്താണെന്നറിയാമോ? കുടക്കല്ല് ഓർ അംബ്രല്ല സ്റ്റോൺ. ദ ഏൻഷ്യൻസ് യൂസ്ഡ് ടു ബറി ദെയർ ഡെഡ്. പുരാതന കാലത്തെ ആളുകൾ ശവസംസ്കാരം നടത്തുന്നതിനായി ഉപയോഗിച്ചിരുന്നതാണ് കുടക്കല്ല്. 2-2.5 മീറ്റർ ഉയരമുള്ള പരന്ന കല്ലുകൾ അല്പം ചായ്ച്ച് പിരമിഡിന്റെ ആകൃതിയിൽ നിർത്തി അവയ്ക്ക് മീതെ വൃത്താകാരത്തിലുള്ള ഒരു വലിയ കൂമ്പാരക്കല്ല് വെച്ചാണ് കുടക്കല്ലുകൾ നിർമ്മിക്കുന്നത്. ഇവയ്ക്ക് കുടയുടെ ആകൃതി ഉള്ളത് കൊണ്ടാണ് കുടക്കല്ലുകൾ എന്ന് വിളിക്കുന്നത്. വാട്ട് ഈസ് ദിസ്? എന്താണിത്? കുടക്കല്ല് ഓർ അംബ്രല്ല സ്റ്റോൺ. ദ ഏൻഷ്യൻസ് യൂസ്ഡ് ടു ബറി ദെയർ ഡെഡ്. പ്രാചീന കാലത്ത് ആളുകൾ ശവസംസ്കാരം നടത്തുന്നതിനായി ഉപയോഗിച്ചിരുന്നതാണ് കുടക്കല്ല്. ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് വൺ. ഇതെന്താണെന്നറിയാമോ? മുനിയറ ഓർ ഡോൾമൻ. മുനിയറയുടെ ചിത്രമാണ് ഇവിടെ കാണുന്നത്. മുനിയറകൾക്ക് മേശയുടെ ആകൃതിയാണ്. കുത്തനെ നാട്ടിയ കൽപ്പാളിയാണ് മുഖ്യഭാഗം. ഇവയ്ക്ക് മുകളിൽ ഒരു കൽപ്പാളി ഉണ്ടാകും. ഈ കൽപ്പാളികൾ ചേർത്ത് വയ്ക്കുമ്പോൾ
അവയ്ക്കുള്ളിൽ ചതുരാകൃതിയിൽ ഒരു അറ രൂപപ്പെടും. ചില പ്രദേശങ്ങളിൽ ചെങ്കലറകൾക്കും മുനിയറകളെന്ന് പറയാറുണ്ട്. ബുദ്ധസന്യാസിമാർ നിർവാണമടഞ്ഞ ഗുഹകളായിരിക്കാം ഇതെന്നും പറയപ്പെടുന്നുണ്ട്. മുനിയറകളും പ്രാചീന കാലത്ത് കേരളത്തിൽ നിലനിന്നിരുന്ന ശവസംസ്കാര സമ്പ്രദായവുമായി ബന്ധപ്പെട്ടതാണ്. ദ ലാസ്റ്റ് വൺ, നന്നങ്ങാടി ഓർ മുതുമക്കത്താഴി. നന്നങ്ങാടി ഈസ് എ മെഗലിത്തിക് ബറിയൽ മോണുമെന്റ് ഇൻ വിച്ച് ദ കോപ്സ് ഈസ് ബറീഡ് ഇൻ എ ബിഗ് ഏൺ. മരിച്ചവരുടെ ഭൗതികാവശിഷ്ടങ്ങൾ അടക്കം ചെയ്തിരുന്ന വലിയ കളിമൺ പാത്രങ്ങളാണ് നന്നങ്ങാടികൾ. തീയിൽ ചുട്ടെടുത്ത ഇത്തരം കളിമൺ ഭരണികൾക്ക് മുതുമക്കത്താഴികൾ എന്നും പേരുണ്ട്. നന്നങ്ങാടികൾക്ക് ഒരു മൂടിയുണ്ടായിരിക്കും. മൂടിയുടെ നടുവിൽ ഒരു ചെറിയ ദ്വാരം കാണും. നന്നങ്ങാടികളിൽ ചിലതിന് 100 ലിറ്റർ വെള്ളം നിറയ്ക്കാവുന്നത്ര വലിപ്പമുണ്ടായിരിക്കും. ഇതെല്ലാം ചരിത്ര സ്രോതസ്സുകളാണ്. നമ്മൾ നേരത്തെ പഠിച്ച ചരിത്ര സ്മാരകങ്ങളെപ്പോലെ തന്നെ സംരക്ഷിക്കപ്പെടേണ്ടതാണ് കുടക്കല്ലുകളും മുനിയറകളും നന്നങ്ങാടികളും. എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. ഹിസ്റ്ററി മ്യൂസിയം ഇൻ സ്കൂൾ. കളക്ട് ദ ഒബ്ജക്ട്സ് ഓഫ് ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഫ്രം യുവർ ഹോം ആൻഡ് ലൊക്കാലിറ്റി ആൻഡ് സെറ്റപ്പ് എ ഹിസ്റ്ററി മ്യൂസിയം ഇൻ യുവർ സ്കൂൾ. നിങ്ങളുടെ വീട്ടിൽ നിന്നും പ്രദേശത്തു നിന്നും കിട്ടാൻ സാധ്യതയുള്ള ചരിത്ര ശേഷിപ്പുകൾ ശേഖരിച്ച് വിദ്യാലയത്തിൽ ഒരു ചരിത്ര മ്യൂസിയം തയ്യാറാക്കാം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വാട്ട് ആർ ദ ഒബ്ജക്ട്സ് കളക്റ്റഡ് ഇൻ യുവർ സ്കൂൾ മ്യൂസിയം? സ്കൂളിൽ ഒരു ചരിത്ര മ്യൂസിയം തയ്യാറാക്കാൻ നമുക്ക് എന്തൊക്കെ ശേഖരിക്കാം? കോയിൻസ്, പാം ലീവ്സ്, ആന്റിക് ലാംപ്സ്, ഓൾഡ് യൂട്ടൻസിൽസ്, ഓൾഡ് ടൂൾസ്, ട്രഡീഷണൽ അഗ്രികൾച്ചറൽ ടൂൾസ്. നാണയങ്ങൾ, താളിയോലകൾ, പഴയകാല വിളക്കുകൾ, പഴയകാല പാത്രങ്ങൾ, പഴയകാല വീട്ടുപകരണങ്ങൾ, കാർഷികോപകരണങ്ങൾ. ഇങ്ങനെ ചരിത്രശേഷിപ്പുകളായ ഏതൊരു വസ്തുവും ചരിത്ര മ്യൂസിയത്തിൽ നമുക്ക് ഉൾപ്പെടുത്താം. എന്തൊക്കെയാണ് നമുക്കൊരു ചരിത്ര മ്യൂസിയത്തിലേക്ക് ശേഖരിക്കാൻ കഴിയുക എന്ന് ഒരിക്കൽ കൂടി നമുക്ക് നോക്കാം. വാട്ട് ആർ ദ ഒബ്ജക്ട്സ് കളക്റ്റഡ് ഇൻ യുവർ സ്കൂൾ മ്യൂസിയം? കോയിൻസ്, പാം ലീവ്സ്, ആന്റിക് ലാംപ്സ്, ഓൾഡ് യൂട്ടൻസിൽസ്, ഓൾഡ് ടൂൾസ്, ട്രഡീഷണൽ അഗ്രികൾച്ചറൽ ടൂൾസ്. നാണയങ്ങൾ, താളിയോലകൾ, പഴയകാല വിളക്കുകൾ, പഴയകാല പാത്രങ്ങൾ, പഴയകാല വീട്ടുപകരണങ്ങൾ, കാർഷികോപകരണങ്ങൾ. പാഠപുസ്തകത്തിൽ കുറേ വസ്തുക്കളുടെ ചിത്രം നൽകിയിട്ടുണ്ട്. ദീസ് ഓബ്ജക്ട്സ് വെയർ യൂസ്ഡ് ബൈ അവർ ഫോർഫാദേഴ്സ് ഇൻ ദ പാസ്റ്റ്. മുൻകാലത്ത് നമ്മുടെ നാട്ടിൽ ഉപയോഗിച്ചിരുന്ന ചില വസ്തുക്കളുടെ ചിത്രമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. എന്തൊക്കെയാണ് ചിത്രത്തിലുള്ളത്? പ്ലൗ, കലപ്പ, കിണ്ടി, വിശറി, വാട്ടർ വീൽ, ജലചക്രം, ലാന്റേൺ, റാന്തൽ. ഇതിൽ ചിലതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇവയുടെ ഉപയോഗം എന്തായിരുന്നു എന്ന് മുതിർന്നവരോട് അന്വേഷിച്ച് കണ്ടെത്തണം കേട്ടോ. വൈ ആർ ദ ഹിസ്റ്റോറിക്കൽ മോണുമെന്റ്സ് പ്രിസർവ്? എന്തുകൊണ്ടാണ് ചരിത്ര പ്രാധാന്യമുള്ള സ്മാരകങ്ങൾ സംരക്ഷിച്ചു പോരുന്നത്? ദേ ആർ ടു ബി പ്രിസർവ്ഡ് ഫോർ ദ കമ്മിങ് ജനറേഷൻസ് ആസ് ഇറ്റ് വുഡ് പ്രൊവൈഡ് ദം വിത്ത് ദ ഓപ്പർച്യൂണിറ്റി ടു ലേൺ അബൌട്ട് ദ പാസ്റ്റ്. എന്തുകൊണ്ടാണ് ചരിത്ര പ്രാധാന്യമുള്ള സ്മാരകങ്ങൾ സംരക്ഷിച്ചു പോരുന്നത്? വരും തലമുറകൾക്ക് കാണാനും പഠിക്കാനുമുള്ള അവസരമൊരുക്കുകയാണ് ഇവ സംരക്ഷിക്കുന്നതിലൂടെ നാം ചെയ്യുന്നത്. ഇനി ഈ യൂണിറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ചരിത്രത്തിൽ കാലത്തിന് വലിയ പ്രാധാന്യമുണ്ട്. എങ്ങനെയാണ് കാലനിർണയം നടത്തുന്നത് എന്നാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. റെക്കനിങ് ടൈം. കാലനിർണയത്തെക്കുറിച്ച് പഠിക്കാൻ ഇവിടെ ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. വെൻ ഡിഡ് ഇന്ത്യ അറ്റൈൻ ഇൻഡിപെൻഡൻസ്? എന്നാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്? എല്ലാ കൂട്ടുകാർക്കും അതറിയാം. 1947 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. ദ ഫോർമേഷൻ ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് കേരള വാസ് ഇൻ 1956. കേരള സംസ്ഥാനം രൂപീകൃതമായത് 1956. How many years after independence was the state of Kerala formed? സ്വാതന്ത്ര്യം കിട്ടി എത്ര വർഷം കഴിഞ്ഞാണ് കേരള സംസ്ഥാനം രൂപം കൊണ്ടത് എന്നാണ് ചോദ്യം. എത്ര വർഷം കഴിഞ്ഞാണ്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി 9 വർഷങ്ങൾക്ക് ശേഷമാണ് കേരള സംസ്ഥാനം രൂപീകൃതമായത്. ഗാന്ധിജി ലെഡ് ദ സാൾട്ട് സത്യാഗ്രഹ ഇൻ 1930. 1930 ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹം നടത്തിയത്.
വീണ്ടും ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഹൗ മെനി ഇയേഴ്സ് ബിഫോർ ദ ഇൻഡിപെൻഡൻസ് വാസ് ദ സാൾട്ട് സത്യാഗ്രഹ ഓർഗനൈസ്ഡ്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് എത്ര വർഷം മുമ്പാണ് ഉപ്പ് സത്യാഗ്രഹം നടന്നത്? എത്ര വർഷങ്ങൾക്ക് മുമ്പാണ്? ബിഫോർ 17 ഇയേഴ്സ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് 1947 ഉപ്പ് സത്യാഗ്രഹം നടന്നത് 1930. അതായത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് 17 വർഷം മുമ്പാണ് ഉപ്പ് സത്യാഗ്രഹം നടന്നത്. ഹിയർ ക്രോണോളജി ഈസ് മെഷേർഡ് ബേസ്ഡ് ഓൺ ദ ഇയർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്. ഇവിടെ കാലഗണന നടത്തുന്നതിനായി അടിസ്ഥാനമാക്കിയത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷത്തെയാണ്, അല്ലേ? നമ്മൾ ആദ്യത്തെ ചോദ്യം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് കേരള സംസ്ഥാനം രൂപീകൃതമായത് എന്നായിരുന്നു. രണ്ടാമത് ചോദിച്ചത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് എത്ര വർഷം മുമ്പാണ് ഉപ്പ് സത്യാഗ്രഹം നടന്നത് എന്നാണ്. ഇവിടെ കാലഗണന നടത്തുന്നതിന് നമ്മൾ അടിസ്ഥാനമാക്കിയത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷത്തെയാണ്. കാലഗണനയെപ്പറ്റി കുറച്ചുകൂടി വ്യക്തമായി എളുപ്പത്തിൽ നമുക്ക് പഠിക്കാം. ടുഡേ ദ ക്രിസ്ത്യൻ ഇറ ഈസ് ദ കോമൺ സ്കെയിൽ ഓഫ് ക്രോണോളജി ആൾ ഓവർ ദ വേൾഡ്. ഇന്ന് ലോകത്ത് പൊതുവായി കാലഗണനയ്ക്ക് ഉപയോഗിക്കുന്നത് ക്രിസ്തു വർഷമാണ്. The period in history is divided into AD and BC based on the birth of Jesus Christ. വളരെ പ്രധാനപ്പെട്ടതാണ്. യേശുക്രിസ്തുവിന്റെ ജനനത്തെ അടിസ്ഥാനമാക്കി കാലത്തെ AD BC എന്നിങ്ങനെ വിഭജിച്ചിരിക്കുന്നു. AD BC ഈ വിഭജനം നടത്തുന്നത് എന്തിനെ അടിസ്ഥാനമാക്കിയാണ്? ബർത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ദ ടൈം ബിഫോർ ആൻഡ് ആഫ്റ്റർ ദ ബർത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഈസ് നോൺ ആസ് BC, ബിഫോർ ക്രൈസ്റ്റ്, ആൻഡ് AD, അന്നോ ഡൊമിനി റെസ്പെക്റ്റീവ്ലി. അതായത് യേശുക്രിസ്തു ജനിക്കുന്നതിന് മുമ്പുള്ള കാലം BC, ബിഫോർ ക്രൈസ്റ്റ് എന്നും ക്രിസ്തു ജനിച്ചതിന് ശേഷമുള്ള കാലം AD, അന്നോ ഡൊമിനി എന്നും അറിയപ്പെടുന്നു. Anno Domini. These Latin words mean in the year of our Lord. It signifies the year of birth of Jesus Christ. ലാറ്റിൻ ഭാഷയിലുള്ള ഈ പദത്തിന്റെ അർത്ഥം ഇൻ ദ ഇയർ ഓഫ് അവർ ലോർഡ്സ് ബർത്ത് എന്നാണ്. യേശുക്രിസ്തുവിന്റെ ജനന വർഷത്തിൽ എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇന്ന് ലോകത്ത് പൊതുവായി കാലഗണനയ്ക്ക് ഉപയോഗിക്കുന്നത് ക്രിസ്തു വർഷമാണ്, അല്ലേ? നൗ ദേ ആർ ആൾസോ നോൺ ആസ് CE, കോമൺ ഇറ, ആൻഡ് BCE, ബിഫോർ കോമൺ ഇറ. ഈ കാലഗണന ഇപ്പോൾ CE, BCE എന്നും പറയാറുണ്ട്. ADക്ക് പകരമാണ് CE, കോമൺ ഇറ ഉപയോഗിക്കുന്നത്. BCക്ക് പകരമാണ് BCE, ബിഫോർ കോമൺ ഇറ ഉപയോഗിക്കുന്നത്. ADയും BCയും തിരിച്ചറിയാൻ സഹായിക്കുന്ന ചിത്രമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. AD വർഷങ്ങൾ കൗണ്ട് ചെയ്യുന്നത് മുന്നിലേക്കാണ്. അതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് AD 1947 അതിനുശേഷമാണ് ഫോർമേഷൻ ഓഫ് കേരള സ്റ്റേറ്റ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി 9 വർഷങ്ങൾക്ക് ശേഷമാണ് കേരള സംസ്ഥാനം രൂപം കൊണ്ടത് എന്ന് നമ്മൾ പറഞ്ഞു. അതായത് AD വർഷങ്ങൾ മുന്നിലേക്കാണ് കൗണ്ട് ചെയ്യുന്നത്. എന്നാൽ BC വർഷങ്ങൾ കൗണ്ട് ചെയ്യുന്നത് പുറകിലേക്കാണ്. വലിയ നമ്പറിലുള്ള BC വർഷമായിരിക്കും ആദ്യം വരിക. അതിനുശേഷമാണ് ചെറിയ നമ്പറിലുള്ള BC വർഷം വരുന്നത്. ഒരു ഉദാഹരണത്തിലൂടെ നമുക്കത് മനസ്സിലാക്കാം. ആർക്കിമിഡീസ് ജനിച്ചത് 287 BC. അദ്ദേഹം മരിച്ചത് 212 BC. 75 വയസ്സ് വരെ അദ്ദേഹം ജീവിച്ചു. ഇപ്പൊ BCയുടെ ഒരു നമ്പറിംഗ് സിസ്റ്റം എന്താണ് എന്ന് ഏകദേശം മനസ്സിലായി കാണും. വലിയ നമ്പറുകളുള്ള BC വർഷമായിരിക്കും ആദ്യം വരിക. അതിനുശേഷമാണ് ചെറിയ നമ്പറുകളുള്ള BC വർഷം വരുന്നത്. AD, BC ഇവയെക്കുറിച്ച് ഏകദേശം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് കരുതുന്നു. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ AD ആൻഡ് BC? ADയും BCയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? The period in history is divided into AD and BC based on the birth of Jesus Christ. The time before and after the birth of Jesus Christ is known as BC and AD respectively. യേശുക്രിസ്തുവിന്റെ ജനനത്തെ അടിസ്ഥാനമാക്കി കാലത്തെ AD, BC എന്നിങ്ങനെ വിഭജിച്ചിരിക്കുന്നു. ക്രിസ്തു ജനിച്ചതിന് ശേഷമുള്ള കാലം AD എന്നും
ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പുള്ള കാലം BC എന്നും അറിയപ്പെടുന്നു. ആവർത്തിച്ച് വീഡിയോ കാണുക, ക്വസ്റ്റ്യൻസും ആൻസറും നോട്ട് ബുക്കിൽ എഴുതി വയ്ക്കുക. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ നമ്മൾ കലണ്ടർ ഉപയോഗിക്കാറുണ്ട്. കലണ്ടർ നിരീക്ഷിച്ച് ചില കാര്യങ്ങൾ കണ്ടെത്താനുള്ള പ്രവർത്തനമാണ് ഇനി നമുക്ക് പഠിക്കേണ്ടത്. വാട്ട് ആർ ദി ഡിഫറെന്റ് ഇറാസ് മെൻഷൻഡ് ഇൻ ദ കലണ്ടർ? കലണ്ടറിൽ ഏതെല്ലാം വർഷക്രമങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? കലണ്ടറിൽ ഏതെല്ലാം വർഷക്രമങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന കലണ്ടർ ഏതുതരം കലണ്ടറാണെന്നറിയാമോ? ഗ്രിഗോറിയൻ കലണ്ടർ. ഇത് ഏത് വർഷക്രമമാണെന്നറിയാമോ? ഇതാണ് ക്രിസ്ത്യൻ ഈറ, ക്രിസ്തു വർഷം. ഈ വർഷക്രമമാണ് സാധാരണയായി നമ്മൾ ഉപയോഗിച്ചു വരുന്നത്. എല്ലാവരും വീട്ടിലുള്ള കലണ്ടർ കൂടി എടുത്ത് പരിശോധിച്ച് നോക്കണം. ക്രിസ്തു വർഷമല്ലാതെ മറ്റേതെല്ലാം വർഷക്രമം നമുക്കതിൽ കാണാൻ കഴിയും? ശക-ഈറ, ഹിജ്റ-ഈറ, കൊല്ലം ഈറ. ക്രിസ്തുവർഷം, ശകവർഷം, ഹിജ്റവർഷം, കൊല്ലവർഷം. കലണ്ടറിൽ ഉപയോഗിക്കുന്ന വർഷക്രമങ്ങൾ ഏതൊക്കെയാണ്? വാട്ട് ആർ ദി ഡിഫറെന്റ് ഇറാസ് മെൻഷൻഡ് ഇൻ ദ കലണ്ടർ? ക്രിസ്ത്യൻ ഇറ, ശക-ഈറ, ഹിജ്റ-ഈറ, കൊല്ലം ഈറ. കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഈ വർഷക്രമങ്ങൾ ഓരോന്നും എന്താണെന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാം. ഫസ്റ്റ് ഓൺ ക്രിസ്ത്യൻ ഇറ, ക്രിസ്തു വർഷം. The era that begins with the birth of Christ. ക്രിസ്തുവിന്റെ ജനനത്തോടെ ആരംഭിച്ച വർഷക്രമമാണ് ക്രിസ്തു വർഷം. കൊല്ലവർഷം is the only chronological system in Kerala. Hence the name കൊല്ലവർഷം is also known as മലയാളം വർഷം. കേരളത്തിൻ്റെത് മാത്രമായ കാലഗണനാ രീതിയാണ് കൊല്ലവർഷം. അതുകൊണ്ട് തന്നെ കൊല്ലവർഷം മലയാള വർഷമെന്നും അറിയപ്പെടുന്നു. നെക്സ്റ്റ് ഹിജ്റ-ഈറ, ഹിജ്റ വർഷം. The year that begins with Muhammad the Prophet and his followers fled from Mecca to Medina. ഹിജ്റ വർഷം തുടങ്ങുന്നത് മുഹമ്മദ് നബിയും അനുയായികളും മക്കയിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്ത വർഷമാണ്. ലാസ്റ്റ് ഓൺ ശക-ഈറ, ശകവർഷ കലണ്ടർ. ഇറ്റ് ഈസ് ദ ഒഫീഷ്യൽ കലണ്ടർ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഔദ്യോഗിക കലണ്ടറാണ് ശകവർഷം, അതായത് ഇന്ത്യൻ ദേശീയ കലണ്ടർ. ഇന്ത്യയുടെ ഔദ്യോഗിക കലണ്ടർ ഏതാണ്? ശകവർഷ കലണ്ടർ. കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വർഷക്രമങ്ങളെല്ലാം നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് നൂറ്റാണ്ടുകളെ കുറിച്ച് പഠിക്കാം. സെഞ്ചുറീസ്, നൂറ്റാണ്ടുകൾ. ഡു യു നോ ഇൻ വിച്ച് സെഞ്ചുറി യു ആർ ലിവിംഗ്? നമ്മൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിച്ചിരിക്കുന്നത് എന്നറിയാമോ? 21st സെഞ്ചുറി. നമ്മൾ ജീവിച്ചിരിക്കുന്നത് 21-ാം നൂറ്റാണ്ടിലാണ്. ഇപ്പോൾ ഏത് നൂറ്റാണ്ടാണ്? 21st സെഞ്ചുറി, 21-ാം നൂറ്റാണ്ട്. When it began, 21-ാം നൂറ്റാണ്ട് ആരംഭിച്ചത് എന്നു മുതലാണ്? 21-ാം നൂറ്റാണ്ട് ആരംഭിച്ചത് എന്നു മുതലാണ് എന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് ഒരു നൂറ്റാണ്ട് എത്ര വർഷമാണ് എന്ന് നോക്കാം. A century denotes 100 years. ഒരു നൂറ്റാണ്ട് എന്ന് പറയുന്നത് 100 വർഷമാണ്. എത്ര വർഷമാണ് ഒരു നൂറ്റാണ്ട്? 100 വർഷമാണ് ഒരു നൂറ്റാണ്ട്. ഇപ്പോൾ AD വർഷക്രമമാണ് അല്ലേ? അതായത് ക്രിസ്തു ജനിച്ചതിന് ശേഷമാണ്. AD ആരംഭിക്കുന്നത് AD 1 മുതലാണ്. AD 1 to AD 100 is the first century. AD 1 മുതൽ AD 100 വരെ 1-ാം നൂറ്റാണ്ട്. അപ്പോൾ 2-ാം നൂറ്റാണ്ടോ? AD 101 to AD 200. 3-ാം നൂറ്റാണ്ടോ? AD 201 to 300. അങ്ങനെയാണ് നൂറ്റാണ്ടുകൾ കണക്കാക്കി വരുന്നത്. AD 1901 to AD 2000 is the 20th century. AD 1901 മുതൽ AD 2000 വരെയുള്ള വർഷമാണ് 20-ാം നൂറ്റാണ്ട്. അങ്ങനെയാണ് എങ്കിൽ 21-ാം നൂറ്റാണ്ടോ? എളുപ്പമല്ലേ? AD 2001 to AD 2100. AD 2001 മുതൽ 2100 വരെയാണ് 21-ാം നൂറ്റാണ്ട്. കുറച്ചുകൂടി വിശദമായി പാഠപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. 20-ാം നൂറ്റാണ്ട് ഏതു മുതൽ ഏതുവരെയാണ്? ബിറ്റ്വീൻ 1-1-9001 to 31-12-2000. 1-1-1901 ആരംഭിച്ച് 31-12-2000 അവസാനിക്കുന്നു. 21st സെഞ്ചുറി ആരംഭിക്കുന്നതോ 1-1-2001 to 31-12-2100. 1-1-2001 ആരംഭിച്ച് 31-12
2100 അവസാനിക്കും. വിശദമായി നമ്മൾ പഠിച്ചു. നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യണം. ഐഡന്റിഫൈ ദ സെഞ്ചുറീസ് ടു വിച്ച് ദ ഫോളോയിങ് ഇയേഴ്സ് ഫോൾ. താഴെ പറയുന്ന വർഷങ്ങൾ ഏത് നൂറ്റാണ്ടിലാണ് എന്ന് കണ്ടെത്താനാണ്. AD 2014, AD 2014 ഏത് നൂറ്റാണ്ടിലാണ്? 21st സെഞ്ചുറി. ഏത് മുതൽ ഏതുവരെയാണ് 21st സെഞ്ചുറി? നമ്മൾ നേരത്തെ പറഞ്ഞതാണ് AD 2001 to AD 2100. AD 2001 മുതൽ AD 2100 വരെ 21st സെഞ്ചുറിയാണ്. നെക്സ്റ്റ് AD 1947, AD 1947 ഏത് സെഞ്ചുറിയിലാണ്? 20th സെഞ്ചുറി, 20ാം നൂറ്റാണ്ട്. 20ാം നൂറ്റാണ്ട് ഏത് മുതൽ ഏതുവരെയാണ്? AD 1901 to AD 2000. AD 1901 മുതൽ AD 2000 വരെ 20ാം നൂറ്റാണ്ടാണ്. 1947 ഏത് സെഞ്ചുറിയിലാണ്? 20th സെഞ്ചുറി. AD 1857, AD 1857 ഏത് നൂറ്റാണ്ടിലായിരിക്കും? 19th സെഞ്ചുറി. 19th സെഞ്ചുറി എന്ന് പറയുന്നത് AD 1801 to 1900 ആണ്. AD 1801 മുതൽ AD 1900 വരെ 19ാം നൂറ്റാണ്ടാണ്. അതുകൊണ്ട് തന്നെ 1857 19ാം നൂറ്റാണ്ടിലാണ്. 261 BC, 261 BC ഏത് നൂറ്റാണ്ടിലാണ്? 3rd സെഞ്ചുറി, 3ാം നൂറ്റാണ്ടിൽ. 3rd സെഞ്ചുറി BC ഏത് മുതൽ ഏതുവരെയാണ്? 300 BC to 201 BC. 300 BC മുതൽ 201 BC വരെയാണ് 3ാം നൂറ്റാണ്ട്. ലാസ്റ്റ് വൺ 326 BC, 326 BC ഏത് സെഞ്ചുറിയിലാണ്? 4th സെഞ്ചുറി, 4ാം നൂറ്റാണ്ട്. 4th സെഞ്ചുറി BC ഏത് മുതൽ ഏതുവരെയാണെന്നറിയാമോ? 400 BC to 301 BC. 400 BC മുതൽ 301 BC വരെയാണ് 4ാം നൂറ്റാണ്ട്. 326 BC 4th സെഞ്ചുറിയിലാണ്. ഈ ടേബിളിൽ നിന്ന് ഒരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാം. AD രേഖപ്പെടുത്തിയിരിക്കുന്നത് സംഖ്യയ്ക്ക് മുമ്പാണ്, എന്നാൽ BC രേഖപ്പെടുത്തിയിരിക്കുന്നത് സംഖ്യയ്ക്ക് ശേഷമാണ്. ഓർമ്മിക്കുക, AD വർഷങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ സംഖ്യയ്ക്ക് മുമ്പ് AD എന്ന് രേഖപ്പെടുത്തും. BC വർഷങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ സംഖ്യയ്ക്ക് ശേഷം BC എന്ന് രേഖപ്പെടുത്തും. AD എന്നോ BC എന്നോ രേഖപ്പെടുത്താത്ത വർഷങ്ങൾ തീർച്ചയായും AD വർഷത്തിലുള്ളതായിരിക്കും. കാലഗണന നിർണ്ണയിക്കാൻ എല്ലാവർക്കും മനസ്സിലായല്ലോ. ചരിത്ര പഠനത്തിൽ എന്ന്, എപ്പോൾ എന്നീ ചോദ്യങ്ങൾ വളരെ പ്രധാനമാണ്. അതിനുത്തരം കണ്ടെത്താൻ കാലഗണന നമ്മെ സഹായിക്കുന്നു. പാഠപുസ്തകത്തിൽ നൽകിയിട്ടുള്ള വിലയിരുത്തൽ ചോദ്യങ്ങളും അവയുടെ ഉത്തരവും കൂടി പഠിക്കാം. ലിസ്റ്റ് ഔട്ട് ദ വേരിയസ് എവിഡൻസ് ദാറ്റ് ആർ ഹെൽപ്ഫുൾ ഇൻ റെക്കോർഡിംഗ് ഹിസ്റ്ററി. ചരിത്ര രചനയ്ക്ക് സഹായകമായ തെളിവുകൾ നമുക്ക് പട്ടികപ്പെടുത്താം. കോയിൻസ്, കേവ് പെയിന്റിംഗ്സ്, സ്റ്റോൺ വെപ്പൺസ്, ബുക്സ്, സ്റ്റാമ്പ്സ്, പാം ലീവ്സ്, സ്റ്റോൺ ഇൻസ്ക്രിപ്ഷൻസ്, ഏൻഷ്യന്റ് എർത്തേൺവെയർ ഇവയെല്ലാം ചരിത്രരചനയെ സഹായിക്കുന്ന സ്രോതസ്സുകളാണ്. ക്ലാസിഫൈ ദ ഫോളോയിങ് ഇൻടു ഹിസ്റ്റോറിക് ആൻഡ് പ്രീ ഹിസ്റ്റോറിക് സോഴ്സസ്. ഈ തന്നിട്ടുള്ള ചരിത്രരചനയെ സഹായിക്കുന്ന സ്രോതസ്സുകളെ ചരിത്ര കാലഘട്ടത്തിലെ സ്രോതസ്സുകൾ, ചരിത്രാതീത കാലഘട്ടത്തിലെ സ്രോതസ്സുകൾ എന്ന് നമുക്ക് തരംതിരിക്കാം. കോയിൻസ്, പാം ലീവ്സ്, ബുക്സ്, സ്റ്റാമ്പ്സ് ഇവയിലെല്ലാം എഴുതപ്പെട്ട രേഖകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഹിസ്റ്റോറിക് സോഴ്സസ് ആണ്. കേവ് പെയിന്റിംഗ്സ്, സ്റ്റോൺ വെപ്പൺസ്, ഏൻഷ്യന്റ് എർത്തേൺവെയർ ഇവ എഴുത്തുവിദ്യ രൂപപ്പെടുന്നതിന് മുമ്പുള്ള മനുഷ്യജീവിതത്തെക്കുറിച്ച് അറിയാനുള്ള സോഴ്സസ് ആണ്. അതുകൊണ്ട് തന്നെ ഇവ പ്രീ ഹിസ്റ്റോറിക് സോഴ്സസിൽ ഉൾപ്പെടുന്നു. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം.